ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ SCERT പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം. ഉത്തരം നായ. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ. അടുത്ത ചോദ്യം: ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ. ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ. ഉത്തരം ആട്, ചെമ്മരിയാട്. ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ആട്, ചെമ്മരിയാട്. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ. ഉത്തരം ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ. ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ആട്, ചെമ്മരിയാട്. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഇല്ലേ. അടുത്ത ചോദ്യം: ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം. ഉത്തരം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അടുത്ത ചോദ്യം: സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി. ഉത്തരം ബാർട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി ബാർട്ടർ സമ്പ്രദായം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മനുഷ്യൻ്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി ബാർട്ടർ സമ്പ്രദായം. അടുത്ത ചോദ്യം: കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. ഉത്തരം കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. അടുത്ത ചോദ്യം: ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം. ഉത്തരം പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം പേരയ്ക്ക. അടുത്ത ചോദ്യം: കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. ഉത്തരം വാസ്കോ ഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം പേരയ്ക്ക. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്. ഉത്തരം 1498 മെയ് 20. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. ഉത്തരം മാനുവൽ 1. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ 1. അടുത്ത ചോദ്യം: പേരയ്ക്കയുടെ ജന്മദേശം. പേരയ്ക്കയുടെ ജന്മദേശം. ഉത്തരം മെക്സിക്കോ. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ 1. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. അടുത്ത ചോദ്യം: പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം. ഉത്തരം മെക്സിക്കോ. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ. അടുത്ത ചോദ്യം: കൈതച്ചക്കയുടെ ജന്മദേശം. കൈതച്ചക്കയുടെ ജന്മദേശം. ഉത്തരം ബ്രസീൽ. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. അടുത്ത ചോദ്യം: കശുവണ്ടിയുടെ ജന്മദേശം. കശുവണ്ടിയുടെ ജന്മദേശം. ഉത്തരം ബ്രസീൽ. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ. അടുത്ത ചോദ്യം: മരച്ചീനിയുടെ ജന്മദേശം. മരച്ചീനിയുടെ ജന്മദേശം. ഉത്തരം അമേരിക്ക. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക.
അടുത്ത ചോദ്യം ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. ഉത്തരം പെറു. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു. അടുത്ത ചോദ്യം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം. ഉത്തരം 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. അടുത്ത ചോദ്യം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം. ഉത്തരം ചേറായി, എറണാകുളം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായി, എറണാകുളം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായി, എറണാകുളം. അടുത്ത ചോദ്യം കുടുംബശ്രീ ആരംഭിച്ച വർഷം. കുടുംബശ്രീ ആരംഭിച്ച വർഷം. ഉത്തരം 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഉത്തരം 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. അടുത്ത ചോദ്യം പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത്. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത്. ഉത്തരം NV കൃഷ്ണവാര്യർ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം. ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം. ഉത്തരം സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരം. അടുത്ത ചോദ്യം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഉത്തരം പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. അടുത്ത ചോദ്യം പരുത്തിയുടെ ജന്മദേശം. പരുത്തിയുടെ ജന്മദേശം. ഉത്തരം ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. അടുത്ത ചോദ്യം ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഉത്തരം ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. ഉത്തരം ബാലരാമപുരം, കൂത്താമ്പുള്ളി. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ബാലരാമപുരം, കൂത്താമ്പുള്ളി. ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലും കൂത്താമ്പുള്ളി തൃശ്ശൂർ ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി. അടുത്ത ചോദ്യം കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത്. ഉത്തരം കണ്ണൂർ. കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂർ. അടുത്ത ചോദ്യം സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. അടുത്ത ചോദ്യം പവർലൂം കണ്ടുപിടിച്ചത്. പവർലൂം കണ്ടുപിടിച്ചത്. ഉത്തരം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ബാലരാമപുരം, കൂത്താമ്പുള്ളി. കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂർ. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. ഉത്തരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1918. അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം. ഉത്തരം ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്ക. അടുത്ത ചോദ്യം തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്.
ക്വസ്റ്റ്യൻസ് ഒന്നുകൂടിയും വായിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1918. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്ക. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഉത്തരം 1956. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956. അടുത്ത ചോദ്യം, തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരം. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം. ഇത് ചാന്നാർ ലഹള എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചത് 1859. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859. അടുത്ത ചോദ്യം, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന വിദേശികൾ. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന വിദേശികൾ. ഉത്തരം ഇംഗ്ലീഷുകാർ. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന വിദേശികൾ ഇംഗ്ലീഷുകാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ആഗസ്റ്റ് 7. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ആഗസ്റ്റ് 7. അടുത്ത ചോദ്യം, 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം. ഉത്തരം സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന വിദേശികൾ ഇംഗ്ലീഷുകാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ആഗസ്റ്റ് 7. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ സോഷ്യൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ SCERT പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്